ബിഗ് ബോസ് ഹൗസിനെ ബന്ധപ്പെട്ട് വരുന്ന പണികൾ എത്ര ഉയരത്തിൽ കൂടെ പോയി കഴിഞ്ഞാലും ജാൻമണി അത് ബിസിനസ് ക്ലാസ്സിൽ പോയി പിടിച്ചു വാങ്ങിക്കൊണ്ടുവരും. അതൊരു പ്രത്യേക ടാലന്റ് തന്നെയാണ്. ഇത് ശരിക്കും അംഗീകാരം കിട്ടേണ്ട ഒരു വിഷയമാണ്. ബിഗ് ബോസ് മലയാളം സീസൺ 6 ലൈവ് അപ്ഡേറ്റ്സിലേക്ക് പോകാം. അങ്ങനെ ലൈവിൽ നമ്മുടെ അഭിഷേകും ഋഷിയും ശ്രീതും ഒക്കെ നമ്മുടെ പുറത്തിരുന്ന് ഇങ്ങനെ സംസാരിക്കുകയാണ്. ബി ഹൗസിന്റെ പുറത്തിരുന്ന് സംസാരിക്കുകയാണ്. അപ്പോൾ ഫ്രണ്ട് ഡോർ ഓപ്പൺ ചെയ്തിട്ടാണ് ഇവർ 3 പേരും ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുന്നത്. അപ്പോൾ ഫ്രണ്ട് ഡോർ ഓപ്പൺ ചെയ്തിട്ടിരിക്കുന്നതിന്റെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ AC കിട്ടാൻ വേണ്ടിയാണ്. പുറത്ത് AC കിട്ടാൻ വേണ്ടി ഫ്രണ്ട് ഡോർ ഓപ്പൺ ചെയ്തിട്ടിരുന്ന് ഇവരിങ്ങനെ ഇരുന്ന് സംസാരിക്കുന്നു. അപ്പോൾ ഇവർക്ക് നമുക്കറിയാലോ, ഇനിയിപ്പോ ലാലേട്ടൻ വന്നിട്ട് വലിയ കാര്യമായിട്ടൊന്നും പറയാൻ പോകുന്നില്ല. നമ്മുടെ വീക്കെൻഡ് എപ്പിസോഡിൽ ഇനി അടുത്ത ആഴ്ച ലാലേട്ടൻ വരുന്നത് ഫിനാലെ വീക്കിലാണ്. അപ്പോൾ ഇവരെ AC എന്തിനാണ് ഇങ്ങനെ കളയുന്നത് എന്നൊക്കെ ചോദിച്ചിട്ട് ലാലേട്ടൻ വലിയ സീനൊന്നും ആക്കാൻ പോകുന്നില്ല. അതൊക്കെ ഇവർക്ക് നന്നായിട്ട് അറിയാം. അതുപോലെ തന്നെ ബിഗ് ബോസും ഈ കാര്യത്തിൽ വലിയ കാര്യമായിട്ടൊന്നും ഇടപെടുന്നില്ല. അവരവരുടെ തോന്നിയാസം പോലെ കാണിച്ചോട്ടെ. ഇനിയിപ്പോ ഇത്രയും നാളായല്ലോ, ഇനി പറയാനും മാറ്റാനും ഒന്നും പോകണ്ട എന്നുള്ള രീതിയിൽ ബിഗ് ബോസ് ഇരിക്കുകയാണ്. അപ്പോൾ വീട്ടിൽ അകത്തിരിക്കുന്ന ചില കണ്ടസ്റ്റൻസിന് ഇത് പിടിക്കുന്നില്ല. ആദ്യം തന്നെ നമ്മുടെ യമുന റാണി വന്ന് കാര്യം ഒന്ന് പറഞ്ഞു നോക്കുന്നുണ്ട് ഇവരോട്. അപ്പൊ ഇവരത് വലിയ കാര്യമായിട്ട് എടുക്കുന്നില്ല. അപ്പൊ യമുന റാണി ചമ്മിപ്പോയി എന്നുള്ള രീതിയിൽ ഉള്ളിലോട്ട് കയറിപ്പോയി. പക്ഷെ നമ്മുടെ ജാൻമണി ആരാണ് മോള്? ജാൻമണി സീനല്ലേ, ജാൻമണി അവിടുത്തെ മഹാറാണിയല്ലേ. അപ്പൊ പുള്ളിക്കാരത്തി പെട്ടെന്ന് പുറത്തേക്ക് വന്നിട്ട് ഇവരോട് പറയാണ്, ഇതെന്റെ കൂടി വീടല്ലേ, ഈ ഡോർ ഓപ്പൺ ചെയ്തിട്ടിരുന്ന് AC പുറത്താക്കുന്നത്, നിങ്ങൾ ഉള്ളിൽ കയറും എന്നൊക്കെ പറഞ്ഞ് ജാൻമണി അവിടെ സീനാക്കുന്നുണ്ട്. അപ്പോഴും ഇവരാരും വലിയ മൈൻഡ് കൊടുക്കുന്നില്ല. ജാൻമണിക്ക് പുല്ല് വില എന്നൊക്കെ പറയില്ലേ, അമ്മാതിരി ഒരു മൈൻഡാണ് നമ്മുടെ ഋഷിക്കും അഭിഷേകിനും. വലിയ കാര്യമായിട്ട് ശ്രദ്ധിക്കുന്നൊന്നുമില്ല. അപ്പൊ ജാൻമണി അകത്തേക്ക് പോയിട്ട് പിന്നെ ഒരു ഒറ്റ കരച്ചില്, ഞാൻ ഇവിടെ വരാൻ പാടില്ലായിരുന്നു, ബിഗ് ബോസ് എന്നെ വിളിച്ചപ്പോൾ ഞാൻ വരാൻ പറ്റില്ല എന്ന് പറയണമായിരുന്നു, ഇവർക്ക് എല്ലാവർക്കും എന്നെ ഭയങ്കര ദേഷ്യമാണെന്നൊക്കെ പറഞ്ഞിട്ട് പൊട്ടിക്കരയാണ് ജാൻമണി ഉള്ളിലിരുന്നുണ്ട്. ഒരു ആവശ്യമില്ല. കാരണം ഇതിപ്പോ ഫിനാലെ വീക്കാണ്. ഇനിയിപ്പോ ബിഗ് ബോസും പറയുന്നില്ല ഈ കാര്യം തെറ്റാണെങ്കിലും ബിഗ് ബോസും ഈ കാര്യത്തിൽ ഇടപെടുന്നില്ല. അതുപോലെ തന്നെ ലാലേട്ടനും വീക്കെൻഡ് എപ്പിസോഡിൽ വന്ന് ഇതിന് വലിയ സീനൊന്നും ആക്കാനായിട്ട് പോകുന്നില്ല. കാരണം ഇനി വീക്കെൻഡ് എപ്പിസോഡ് ഇല്ലല്ലോ. അപ്പൊ അത്തരത്തിൽ അത് വിട്ടുകളയാവുന്നതേ ഉള്ളൂ. ജാൻമണി ഒരു സന്തോഷം പങ്കുവെക്കാനായിട്ട് രണ്ടാമത് ബി ഹൗസിലേക്ക് വന്നൊരു വ്യക്തിയാണ്. ഇനി മറ്റുള്ള കണ്ടസ്റ്റൻസും ബിഗ് ബോസ് ഹൗസിന്റെ ഉള്ളിലേക്ക് വരും. അപ്പോൾ ആ ഒരു രീതിയിൽ നിന്നങ്ങ് പോയാൽ മതി. വലിയ കാര്യമായിട്ടൊന്നും ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെടേണ്ട കാര്യം ജാൻമണിക്കില്ല. പക്ഷേ ജാൻമണി പുറത്ത് ഇങ്ങനെ ഒരു കാര്യം കണ്ടു, അതിനകത്ത് കയറി അപ്പം തന്നെ ഇടപെട്ടു. ജാൻമണിയുടെ വിചാരം എന്ന് പറയുന്നത് അഭിഷേകും ഋഷിയും ശ്രീതും ഒക്കെ ജാനു ഇത് വന്ന് പറയുമ്പോൾ തന്നെ തൊഴുതുകൊണ്ട് ജാൻമണി കീജയ് എന്ന് പറഞ്ഞിട്ട് ആ ഡോറങ്ങ് അടച്ചിടുമെന്നാണ്. അവരങ്ങനെ ഒന്നും ചെയ്തില്ല. അവർ വലിയ കാര്യമായിട്ട് ഇത് മൈൻഡ് ആക്കിയൊന്നുമില്ല. അതിനുശേഷം ജാൻമണി പോയി കിടന്ന് കരയുന്നു. പിന്നെ കരച്ചിലായി, വിഴിച്ചിലായി, പിന്നെ സമാധാനിപ്പിക്കലായി, അമ്മാതിരി പരിപാടികളായി. എന്തൊക്കെയായാലും ഇവർ ചെയ്ത കാര്യം തെറ്റ് തന്നെയാണ്. നമ്മുടെ ബിഗ് ബോസ് അണ്ണന് നല്ല രീതിയിൽ പണി കൊടുക്കാൻ വേണ്ടി തന്നെയാണ് ഇവർ ചെയ്തിരിക്കുന്നത്. കാരണം കറണ്ട് കാശ് അടച്ച് പുള്ളിക്കാരൻ മുടിയും. കാരണം ഈ പറയുന്ന AC ഉള്ള ഒരു വീട്ടിൽ നമ്മളൊന്നും ഡോർ ഓപ്പൺ ചെയ്തിട്ടിരിക്കാറില്ല. അപ്പൊ ആ പരിപാടി ശരിക്കും ഇതിപ്പോ ഫൈനൽ വീക്ക് ആയതുകൊണ്ടായിരിക്കും ബോസ് അണ്ണൻ ഇതിൽ ഇടപെടാത്തതും ഇവരത് വലിയ കാര്യമായിട്ട് എടുക്കാത്തതും. കാരണം ഇനി ലാലേട്ടൻ വന്നിട്ടൊന്നും സീനാക്കാൻ പോകുന്നില്ലല്ലോ. എന്തൊക്കെയായാലും ഈ പറയുന്ന ഡോർ ഓപ്പൺ ചെയ്തിട്ട് വീടിനകത്തെ AC പുറത്താക്കുന്നത് അല്ലെങ്കിൽ കൂളിംഗ് പുറത്താക്കുന്നത് ഒരു മണ്ടത്തരം തന്നെയാണ്. വീടിനകത്തെ കൂളിങ്ങിനും അത് ചെറിയ പ്രോബ്ലംസ് ഒക്കെ വരും. അപ്പൊ എന്തൊക്കെയായാലും അതൊരു മണ്ടത്തരമാണെങ്കിലും ഇതിപ്പോ ഫിനാലെ വീക്ക് അല്ലേ, ഇനി അവരുടേതായിട്ടുള്ള ഇഷ്ടങ്ങൾക്ക് അത് വിട്ടുകൊടുക്കുക എന്നുള്ള പരിപാടി തന്നെയാണ് ബിഗ് ബോസ് ചിന്തിച്ചിരിക്കുന്നത്. അപ്പൊ മറ്റുള്ള കണ്ടസ്റ്റൻസ് അതിനകത്ത് വലിയ കാര്യമായിട്ട് ഇടപെടാത്തത് തന്നെയാണ് നല്ലത്. എന്തായാലും ജാനു ചെയ്ത കാര്യം ജാനു പറയാൻ ഉദ്ദേശിച്ച കാര്യം ശരിയാണെങ്കിലും പറഞ്ഞ രീതി മോശമായി പോയി എന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഒരു അധികാരത്തിന്റെ ഒരു ധ്വനിയുണ്ട് ജാൻമണിയുടെ വർത്താനത്തിൽ. അത് തന്നെയാണ് ഇവരത് അനുസരിക്കാതിരുന്നത്. എന്തൊക്കെയായാലും നമുക്ക് നോക്കാം. ബിഗ് ബോസ് മലയാളം സീസൺ 6 പുതുപുത്തൻ വിശേഷങ്ങൾക്കായിട്ട് നമുക്ക് വീണ്ടും കാണാം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്താണെന്നവർ ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കാം. നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. താങ്ക്